ഹലോ എവ്രിവൺ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ റെക്ടാങ്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ അതിൽ നിങ്ങൾ ഫ്യൂബിനീസ് തിയറം പഠിച്ചതാണ്. ഫ്യൂബിനീസ് തിയറം എന്താണ് പറയുന്നത്? ഡബിൾ ഇൻ്റഗ്രേഷൻ ഓവർ region R of the function f of x y dA is what? Integration c to d, integration a to b, f of x y dx dy. അതിൽ എ ബി എന്താണ്? ഇൻ്റഗ്രേഷൻ എ ടു ബി എന്നുള്ളത് എക്സിൻ്റെ ലിമിറ്റും സി ടു ഡി എന്നുള്ളത് വൈൻ്റെ ലിമിറ്റുമാണ്. അപ്പോൾ അത് ഏതിന് കൂടി ഈക്വലാണ്? ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ എ ടു ബി ഇൻ്റഗ്രേഷൻ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അതായത് ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ആക്കിയിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ ആക്കുന്നതും, അതേപോലെ എന്താണ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ ആക്കിയിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേഷൻ ആക്കുന്നതും രണ്ടിനും ഈക്വലാണ്. ഇതാണ് ഫ്യൂബിനീസ് തിയറം. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ: കാൽക്കുലേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 100 - 6x² y ആൻഡ് ഓവർ ദി റീജിയൻ എന്താണ്? റീജിയൻ 0 ≤ x ≤ 2 ആൻഡ് -1 to 1. അതായത് എക്സിൻ്റെ ലിമിറ്റ് എന്നുള്ളത് 0-ൽ നിന്ന് 2 വരെയാണ്, വൈൻ്റെ ലിമിറ്റ് -1 to 1 ആണ്. അപ്പോൾ നിങ്ങൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് വൈ ഡി എ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂബിനീസ് തിയറം അപ്ലൈ ചെയ്യണം അല്ലേ? ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഫ്യൂബിനീസ് തിയറമിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ റീജിയൻ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്താണ്? ഇൻ്റഗ്രേഷൻ സി ടു ഡി. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ ആക്കിയിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് പിന്നെ ആക്കാം. അപ്പോൾ നിങ്ങൾ അത് ഓർഡർ ചേഞ്ച് ആകുമ്പോൾ, ഇപ്പോൾ ഡി എക്സ് ഡി വൈ ഉള്ളത് ഡി വൈ ഡി എക്സ് ആകുമ്പോൾ ഈ ലിമിറ്റ് കൂടി ഉൾട്ടാവും എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഉള്ളിലുള്ള ലിമിറ്റ് എന്നുള്ളത് എക്സിനെയാണ് അല്ലേ? അപ്പോൾ ഈ ഡി എക്സ് ഡി വൈ എന്നുള്ളത് ഡി വൈ ഡി എക്സ് ആകുമ്പോൾ ഈ ലിമിറ്റ് കൂടി ഉൾട്ടാവും. അതായത് സി ടു ഡി എ ടു ബി എന്നുള്ളത് എ ടു ബി സി ടു ഡി ആവും. അപ്പോൾ അത് നിങ്ങൾ വെരി കെയർഫുൾ ആയിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ അതിൽ ഏത് മെത്തഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ഇത് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൽ രണ്ടും ചെയ്തിട്ട് നോക്കാം ആൻസറൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇത് നോക്കാം. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന ആ ഫോർമുല അപ്ലൈ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ മെത്തഡിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന ആ മെത്തഡ് കൂടി നോക്കാം. ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് രണ്ട് മെത്തഡിൽ ചെയ്തിട്ട് നോക്കാം ആൻസർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ളത് എന്താണ്? ഇൻ്റഗ്രേഷൻ, അതായത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നതാണെങ്കിൽ ഈ ലിമിറ്റ് എന്താണ്? പുറത്തുള്ള ലിമിറ്റ് എന്നുള്ളത് ഇവിടെ പുറത്തുള്ള വേരിയബിൾ ഏതാണ്? ഔട്ടർ മോസ്റ്റ് വേരിയബിൾ ഡി വൈ, അതായത് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ നിങ്ങൾ പിന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പുറത്തുള്ള ലിമിറ്റ് എന്നുള്ളത് വൈൻ്റെ എഴുതണം. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ എക്സിൻ്റെ ലിമിറ്റ് തന്നെ നിങ്ങൾ എഴുതണം. എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? എക്സിൻ്റെ ലിമിറ്റ് 0 to 2 ആണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഫോർമുല എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ ലിമിറ്റ് നിങ്ങൾ എ ബി എന്നാണ് നൊട്ടേഷൻ എഴുതുന്നത്. അതേപോലെ വൈൻ്റെ ലിമിറ്റിന് സി ടു ഡി എന്നാണ് നിങ്ങൾ ജനറൽ ആയിട്ട് എഴുതുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഫോർമുലയിൽ എ ടു ബി എന്താണ്? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന ഫോർമുലയാണ്. അപ്പോൾ ഉള്ളിലുള്ള ലിമിറ്റ് എക്സിനായിരിക്കും, അതേപോലെ പുറത്തുള്ള ലിമിറ്റ് എന്നുള്ളത് വൈനായിരിക്കും, സി ടു ഡി എന്നുള്ളത്. സോ അപ്പോൾ സി ടു ഡിൻ്റെ ലിമിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ ലിമിറ്റ് ഫോർ സി ടു ഡി? സി എന്താണ്? -1 and 1, ഡി ഈസ് 1. അതായത് വൈയുടെ ലിമിറ്റ് എത്രയാണ്? -1 നിന്ന് 1 വരെ. അതായത് ഇൻ്റഗ്രേഷൻ -1 to 1, ഇൻ്റഗ്രേഷൻ 0 to 2, എ ടു ബി. എന്താണ്? എ ടു ബി 0 to 2 എക്സിൻ്റെ ലിമിറ്റ്. പിന്നെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? തന്ന ഫംഗ്ഷൻ എന്താണ്? 100 - 6x² y, 100 - 6x² y dx dy.
ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ആക്കുക, പിന്നെ കിട്ടുന്ന ഫംഗ്ഷനിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് ഫസ്റ്റ് എന്താക്കാം, ഈ ഫംഗ്ഷനിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ആക്കിയിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ കിട്ടുന്ന ഫംഗ്ഷനിന് വിത്ത് റെസ്പെക്ട് ടു വൈ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ആക്കാം. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ആക്കുമ്പോൾ അതിൽ വൈ ഉണ്ടെങ്കിൽ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ആക്കുമ്പോൾ അതിൽ ഫംഗ്ഷനിൽ വൈ ഉണ്ടെങ്കിൽ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ 100ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് 100ൻ്റെത് 100ൻ്റെ 100 എക്സ് അല്ലേ, മൈനസ് ഇതിൽ 6x² വൈ എന്നുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഏതൊക്കെയാണ്, 6i വൈ എന്താണ്, 6ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 6y നമ്മൾ അങ്ങനെ തന്നെ വെക്കാം. ബാക്കിയുള്ളത് x². ഇൻ്റഗ്രേഷൻ എന്താണ്, x³ 3. അപ്പോൾ ഈ ക്യാൻസൽ ആവുന്ന ടേം ക്യാൻസൽ ആക്കിക്കോ, 3 1s 3 2s. അപ്പോൾ ബാക്കി ഉണ്ടാകുന്നത് എന്താണ്, 2yx³ ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3yx³/3. ഇത് നിങ്ങൾ ഈ 3ഉം 6ഉം ക്യാൻസൽ ആക്കുക, 3 1s 3 2s 6. ഓക്കെ, പിന്നെ എന്താക്കണം, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം അല്ലേ. ഫസ്റ്റ് ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, 0ൽ നിന്ന് 2 വരെ. ഇൻ്റഗ്രേഷൻ 0 to 2 ആണ്. അപ്പോൾ ലിമിറ്റ് 0ൽ നിന്ന് 2 വരെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടത്, എക്സിന് മാത്രമാണ്. ആ ഇതിൽ കിട്ടിയ ആൻസറിൽ വൈ കൂടി ഉണ്ടാവും, ബട്ട് വൈന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് നിങ്ങൾ. കാരണം നിങ്ങളിപ്പോൾ എക്സിന് വിത്ത് റെസ്പെക്റ്റ് ആണ് ഇൻ്റഗ്രേഷൻ ചെയ്തത്, വൈനെ പിന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതിനാണ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എക്സിനെയാണ്. കാരണം നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേഷൻ ചെയ്തത് അല്ലേ. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് ഫസ്റ്റ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത ശേഷം എന്താണ് ലിമിറ്റ് 0ൽ നിന്ന് 2 വരെ, അതായത് അപ്പർ ലിമിറ്റ് എന്നുള്ളത് 2 ആണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x = 0 അല്ല, ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അതായത് 2. അപ്പോൾ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് കിട്ടുന്നത്, അപ്പോൾ ഇത് 100 × 2 അതായത് 200, പിന്നെ മൈനസ് 6 × y 6y × x³ x എത്ര, 2³ എത്രയാണ്, അപ്പോൾ 6y x³ 3. അത് എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, x = 2 എന്താവും, 6 × y × 2³ 3. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇത് 3 1s 3 2s. അപ്പോൾ ഈ 2³ എന്ന് വെച്ചാൽ എത്രയാണ്, 2 × 2 × 2 എത്ര, 8 ആണ് അല്ലേ. അപ്പോൾ 8 × 2s 16y ആണ് കിട്ടുന്നത്, 16y. അങ്ങനെയാണ് ഇവിടെ 16y കിട്ടിയത്. മൈനസ്, അപ്പോൾ അപ്പർ ലിമിറ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായി, മൈനസ് ലോവർ ലിമിറ്റ് ആണ് അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്ര കിട്ടി. ലോവർ ലിമിറ്റ് 0, ബട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് 0 തന്നെയാണ് ആവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് -0 എന്ന് ഈ സ്റ്റെപ്പിൽ എഴുതിയിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. കാരണം അത് 0 തന്നെയാണ് കിട്ടുന്നത്. കാരണം എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കംപ്ലീറ്റ് ടേം ബിക്കം 0. അതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, 200 - 16y എന്നുള്ള ആൻസർ കിട്ടി. അത് നെക്സ്റ്റ് എന്താക്കണം, നെക്സ്റ്റ് ഒന്നുകൂടി ഇൻ്റഗ്രേഷൻ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ഏതാണ്, നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്തത്. ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം ഈ ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുത്തു അല്ലേ. നെക്സ്റ്റ് കിട്ടുന്ന ആൻസറിന് അഗെയിൻ നിങ്ങൾ എന്താക്കണം, ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഏതിനാണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷനിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം ഈ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 200ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ 200y അല്ലേ, മൈനസ് 16yയുടെ ഇൻ്റഗ്രേഷൻ 16 കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങനെ തന്നെ ഉണ്ടാവും. വൈയുടെ ഇൻ്റഗ്രേഷൻ എന്താണ്, y²/2. ലിമിറ്റ് എന്താണ്, -1ൽ നിന്ന് 1 വരെ. സോ -1 to 1. അപ്പോൾ -1 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് 16/2 8 ആയി.
അത് അങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഫസ്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിലേക്ക്. മൈനസ് എന്താണ്, ഈ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും, ഈ കംപ്ലീറ്റ് ഇക്വേഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണാവുക, 200 ഇൻറ്റു വൈ, 200 ഇൻറ്റു 1 200 മൈനസ് 8 ഇൻറ്റു വൈ സ്ക്വയർ, 8 ഇൻറ്റു വൈ സ്ക്വയർ, വൈ എത്ര 1 സ്ക്വയർ 1, അപ്പോൾ 8 മൈനസ് ഇത് അപ്പർ ലിമിറ്റായി, മൈനസ് ലോവർ ലിമിറ്റ് എന്താണ് 200 ഇൻറ്റു വൈ, 200 ഇൻറ്റു വൈ, ലോവർ ലിമിറ്റ് എത്രയാണ് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് -1. അപ്പോൾ 200 ഇൻറ്റു -1 അല്ലേ, 200 ഇൻറ്റു -1 അതായത് -200 ആവും. 200 ഇൻറ്റു -1 എന്ന് വെച്ചാൽ -200 മൈനസ് എന്താണ് -8 ഇൻറ്റു വൈ സ്ക്വയർ, അതായത് 8 ഇൻറ്റു വൈ സ്ക്വയർ, വൈ എത്ര -1 സ്ക്വയർ, -1 സ്ക്വയർ എത്ര 1 ആണ് അല്ലേ. അപ്പോൾ -1 സ്ക്വയർ ഇസ് 1. അപ്പോൾ 8 മാത്രമാണ് അവിടെ ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 400. എന്തുകൊണ്ടാണ് 400 കിട്ടുന്നത്, ഇവിടെ 200 പിന്നെ ഇവിടെ +200, ഈ മൈനസ് പ്ലസ് ആവും. സോ 200 + 200 400 ആവും. പിന്നെ ഈ -8ഉം ഈ +8ഉം എന്താവും 0 ആവും. അപ്പോൾ 400 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ദി റീജിയൻ f(x(y)dA എന്നുള്ളത് എന്താണ്, ആൻസർ 400. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തത്, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 400 ആൻസർ കിട്ടി. അതേപോലെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു മെത്തേഡ് കൂടി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തത് ഈ മെത്തേഡാണ്. ഇത് കൂടെ ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എല്ലാ പ്രോബ്ലംസിലും ചെയ്യണമെന്നില്ല, ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ 2 മെത്തേഡും പറയാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് ചെയ്യുമ്പോൾ, അതായത് ഇതെന്ന് വെച്ചാൽ എന്താണ്, വാട്ട് യു മീൻ ബൈ ദിസ്, ഇൻറ്റഗ്രേഷൻ a to b ഇൻറ്റഗ്രേഷൻ c to d f(xy) dy dx. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി ഇൻറ്റഗ്രേഷൻ a to b ഇൻറ്റഗ്രേഷൻ c to d f(xy) dy dx എന്ന് വെച്ചാൽ എന്താണ്, ഇൻറ്റഗ്രേഷൻ a to b ഓഫ് ഇൻറ്റഗ്രേഷൻ c to d f(xy) dy dx. അതായത് ഫസ്റ്റ് ഈ പാർട്ട് കാണുക. അതായത് ഫസ്റ്റ് എന്താക്കുക, ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ c to d f(xy) dy കാണുക. അതായത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y കാണുക. അതുകൊണ്ട് ഈ ലിമിറ്റ് എന്നുള്ളത് y എന്നാണ്. പിന്നെ ഇത് കണ്ട ശേഷം കിട്ടുന്ന ആൻസറിനെ എന്താക്കുക, ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആക്കുക. അതായത് ഈ പിന്നെയാണ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു x ആക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുറത്തുള്ള ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് a to b, അതായത് എക്സിൻ്റെ ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, ഇൻറ്റഗ്രേഷൻ double integration over the region R f(xy) dA is integration a to b integration c to d f(xy) dy dx. അപ്പോൾ a to b എന്താണ്, എക്സിൻ്റെ ലിമിറ്റ് 0 to 2. എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ ലിമിറ്റ് 0 to 2, വൈയുടെ ലിമിറ്റ് -1 to 1 ആണ്. സോ എക്സിൻ്റെ ലിമിറ്റ് ഇൻറ്റഗ്രേഷൻ 0 to വൈൻ്റെ ലിമിറ്റ് -1 to 1, f(xy) is 100 - x² y dy dx. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ആക്കുമ്പോൾ എക്സിനെ എന്തായിട്ട് എടുക്കണം, എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈ ആക്കുമ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ 100ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്, 100 വൈ ആണ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ 100ൻ്റെ ഇൻറ്റഗ്രേഷൻ 100 വൈ ആയി. പിന്നെ 6x² വൈൻ്റെ ഇൻറ്റഗ്രേഷൻ, 6x² വൈൻ്റെ ഇൻറ്റഗ്രേഷൻ 6x² വൈയുടെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, വൈ ആണ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 6x² എന്താണ്, കോൺസ്റ്റൻ്റ് ആയി. വൈയുടെ ഇൻറ്റഗ്രേഷൻ y²/2 ആണ്. y²/2 ആണ് വൈയുടെ ഇൻറ്റഗ്രേഷൻ. സോ വി ഹാവ് 6x² y²/2 ഫ്രം -1 to 1. ലിമിറ്റ് എന്താണ്, -1 നിന്ന് 1 വരെ. അപ്പോൾ ഇതിനെ ഫസ്റ്റ് കാണുക. ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ആക്കിയിട്ട്
ആക്കുക. അതായത് ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അതായത് 1 ആണ്, പിന്നെ ലോവർ ലിമിറ്റ് -1 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് 1 എന്ന് വെച്ചാൽ 100 × 1 -6 × x² × y² / 2. y² എത്ര 1, അപ്പോൾ 1/2. സോ ഇൻറ്റു 1/2. അപ്പോൾ 2 1s 2 3s അപ്പോൾ 3x² ആവും. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്നുള്ളത് എന്താണ് 100 - 3x² ആണ് കിട്ടുന്നത്. ഇത് അപ്പർ ലിമിറ്റാണ്. 100 - 3x² എന്നുള്ളത് അപ്പർ ലിമിറ്റായി. അതേപോലെ ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ വൈയുടെ പ്ലേസിൽ നിങ്ങൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ പ്ലേസിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുക 100 × -1. 100 × -1 എത്ര -100. പിന്നെ -6x² × -1 ആണ് y, അതായത് y²/2, അതായത് -1² 1² എത്ര 1 ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ് 2 1s 2 3s 6 ആവും. അപ്പോൾ ബാക്കി ഉണ്ടാവുന്നത് എത്രയാണ് 3 3x² -1² വന്നായി. അപ്പോൾ -3x² ആണ്, അതായത് -3x² × dx. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ആക്കുക. ഇത് സിംപ്ലിഫൈ ആക്കിയെങ്കിൽ 100 + 100 200 ആവും. പിന്നെ ഇവിടെ -3x²ഉം പിന്നെ ഇവിടെ +3x² ആണ് കിട്ടുക. ഇത് -+ ആയി. പിന്നെ ഇവിടെ -3x² ആണ്. അപ്പോൾ +3x²ഉം -3x² ക്യാൻസലായിട്ട് 100 + 100 200 ആണ് കിട്ടുന്നത്. സോ അപ്പോൾ നെക്സ്റ്റ് എന്താണ് ഈ കിട്ടിയ 200ന് വീണ്ടും ഇൻറ്റഗ്രേഷൻ ആക്കണം. വിത്ത് റെസ്പെക്ട് ടു ഏതാണ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു x ആകുമ്പോൾ ഈ ലിമിറ്റ് x-നെയാണ്. സോ അപ്പോൾ 200ന് ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ എന്താണ് 200 × x ആൻഡ് ദ ലിമിറ്റ് ഈസ് ഫ്രം 0 to 2. അതായത് 200x ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താണ് 200 × അപ്പർ ലിമിറ്റ് -x. 200xന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താണ് 0ൽ നിന്ന് 2 വരെ x-ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതായത് 0ൽ നിന്ന് 2 വരെ അപ്പർ ലിമിറ്റ് 2 ആണ്. 2 - 0 അപ്പോൾ 2 - 0 is 2. 200 × 2 എത്ര 400 അല്ലേ. 400 ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനാവുന്നത് രണ്ട് കേസിലും 400 തന്നെയാണ് ആൻസർ കിട്ടിയത് അല്ലേ. ഇതിൻ്റെ മുമ്പത്തെ മെത്തേഡിൽ അതായത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്താലും ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്ത് പിന്നെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. മുമ്പ് 400 തന്നെയാണ് കിട്ടിയത്, ഇതിലും 400 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡിനെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനാവും. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ മതി, രണ്ടിലും ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ 2 മെത്തേഡിൽ കൂടി പറഞ്ഞത്. സോ ഫോളോ എനി 1 മെത്തേഡ്. എന്താണ് അടുത്ത എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഫൈൻഡ് ദി വോള്യൂം of the region bounded above by the elliptical paraboloid z is equal to 10 + x² + 3y² and below by the rectangle is divided by 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 2. അതായത് ഇത് റെക്ടാങ്കിൾ ആണ്, ഇത് എലിപ്റ്റിക്കൽ പാരാബോളോയിഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇപ്പോൾ 3 ഡയമെൻഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ 3D ആയിട്ട് കൺസിഡർ ചെയ്താൽ റെക്ടാങ്കിൾ എന്നുള്ളത് എന്താണ് റെക്ടാങ്കിൾ എന്നുള്ളത് 2D ആണ്. 2 ഡയമെൻഷനിലാണ് നിങ്ങൾ റെക്ടാങ്കിളിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ 3D ആയിട്ട് നിങ്ങൾ കിട്ടുന്നത് എന്താണ് സോളിഡ് റീജിയൻ ആണ്. അപ്പോൾ 3Dയിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത് വോള്യൂം വേണം. ഏതിൻ്റെ വോള്യൂമാണ് ഈ 2 ഡയമെൻഷനിലുള്ള ഈ റെക്ടാങ്കിളും പിന്നെ ഈ Z സർഫേസിലുള്ള ഈ എലിപ്റ്റിക്കൽ പാരാബോളോയിഡും ഈ 3 എണ്ണം എന്താണ് ഇങ്ങനെ അത് റെക്ടാങ്കിളും ഈ എലിപ്റ്റിക്കൽ പാരാബോളോയിഡിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന റീജിയനിൻ്റെ എന്ത് വേണം നമുക്ക് വോള്യൂമാണ് വേണ്ടത്. അപ്പോൾ ഡയഗ്രാം എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാവും. XY പ്ലെയിനിൽ എന്താണ് റെക്ടാങ്കിളാണ് അല്ലേ. നിങ്ങൾ 2Dയിലാണ് റെക്ടാങ്കിൾ ഡിഫൈൻ ചെയ്തത്. അതായത് XY പ്ലെയിനിൽ റെക്ടാങ്കിൾ എടുത്താൽ നിങ്ങൾ ഇത്ര മാത്രം റെക്ടാങ്കിൾ ആയിരിക്കും. നിങ്ങൾ ഇതെന്താണ് ഇത് Y പ്ലെയിൻ, ഇത് X പ്ലെയിൻ. അപ്പോൾ XY പ്ലെയിനിലുള്ള റെക്ടാങ്കിൾ എന്താണ് ഇതാണ്. ഇത് നോക്കിയേ, ഇതാണ് XY പ്ലെയിനിലുള്ള റെക്ടാങ്കിൾ, ഇതാണ് ഇത്ര
അതേപോലെ എന്താണ് എലിപ്റ്റിക്കൽ പാരാബോളോയിഡ് എന്തിലാണ്? Z ആക്സിസിലാണ്, Z സർഫേസിലാണ് ഈ പാരാബോളോയിഡ് ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് ഇത് Z ആക്സിസ് ആണ്. ഇത് Z ആക്സിസിൽ ഇങ്ങനത്തെ ഒരു പാരാബോളോയിഡ് ഉണ്ട്, എലിപ്റ്റിക്കൽ പാരാബോളോയിഡ് എന്ന് വെച്ചാൽ ഇത് Z ആക്സിസ്, Z സർഫേസ് ആണ്. ഇത് XY പ്ലെയിനിലുള്ള ഇതാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എന്താണ് വേണ്ടേ? ഈ രണ്ടും, ഈ റെക്റ്റാങ്കിളും ഈ എലിപ്റ്റിക്കൽ പാരാബോളോയിഡും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന റീജിയൻ, അത് എന്താണ്, ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദീസ് ടു, അതാണ് വേണ്ടത്, വോള്യൂം. ഓക്കെ, അപ്പോൾ ഈ എലിപ്റ്റിക്കൽ പാരാബോളോയിഡിൻ്റെ ഇക്വേഷൻ ഇതാണ്, Z = 10 + x² + 3y². അതേപോലെ റെക്റ്റാങ്കിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? റെക്റ്റാങ്കിൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് വോള്യൂം വേണം. വോള്യൂമിൻ്റെ ഫോർമുല എന്താണ്? ഞങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ വോള്യൂം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദ റീജിയൻ ആർ f(x, y) dx dy dA എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ എങ്ങനെ കാണാം എന്ന് ഫ്യൂബിനീസ് തിയറമിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വോള്യൂം കാണണം എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ കാണണ്ടേ? ഇത് തന്നെയാണ്, ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ f(x, y) dA തന്നെയാണ് കാണണ്ടേ. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ എന്താണ്? ഇത് എങ്ങനെയാണ് കാണണേ? അത് കാണാൻ നമുക്ക് ഫ്യൂബിനീസ് തിയറം ഉണ്ട് അല്ലേ? അത് കാണാനാണ് ഫ്യൂബിനീസ് തിയറം ഉള്ളത്. ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ C to D, ഇൻറ്റഗ്രേഷൻ A to B, f(x, y) dx dy ഇങ്ങനെയുള്ള ഫ്യൂബിനീസ് തിയറം അതാണ്. അപ്പോൾ വോള്യൂമാണ് കാണണ്ടേ. അപ്പോൾ വോള്യൂം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, V = ഡബിൾ ഇൻറ്റഗ്രേഷൻ ഓവർ ദി റീജിയൻ ആർ f(x, y) dA. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അപ്പോൾ ഫ്യൂബിനീസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇത് എന്ന് വെച്ചാൽ എന്താണ്? ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ dx dy ഓർഡർ എന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ dx dy, മറ്റൊന്നെന്താണ്? dy dx ഓർഡറാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കാം? dx dy ഓർഡർ നോക്കാം. അപ്പോൾ dx dy ഓർഡർ ആണെങ്കിൽ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് ഏത് ഓർഡറിൽ ഉണ്ടാവണം? ഉള്ളിൽ dx ഉള്ളത് കൊണ്ട് ഉള്ളിലുള്ള ലിമിറ്റ് കൂടി x-നായിരിക്കണം. പുറത്ത് y ഉള്ളത് കൊണ്ട് ഈ പുറത്തുള്ള ലിമിറ്റ് കൂടി y-നായിരിക്കണം. അങ്ങനെ വേണം നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. കാരണം പുറത്തുള്ള ലിമിറ്റ് y എന്തുകൊണ്ടാണ്? കാരണം y വിത്ത് റെസ്പെക്ട് ടു y ഞങ്ങൾ പിന്നെയാണ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോർമുല എഴുതി, ഇതാണ് ഫോർമുല. ഞങ്ങൾ dx dy എന്നുള്ള ഓർഡർ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എന്താണ് ലിമിറ്റ് എന്താണ്? C to D എന്നുള്ളത് ഏതിൻ്റെ ലിമിറ്റാണ്? C to D എന്നുള്ളത് വൈയുടെ ലിമിറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് പുറത്തുള്ള വേരിയബിളിൻ്റെ ലിമിറ്റാണ് C to D. അപ്പോൾ വൈയുടെ ലിമിറ്റ് എന്താണ്? വൈയുടെ ലിമിറ്റ് എന്നുള്ളത് 0 നിന്ന് 2 വരെ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് 0 നിന്ന് 2 വരെ. അതേപോലെ A to B എന്നുള്ളത് എന്താണ്? A to B എന്നുള്ളത് ഉള്ളിലുള്ള വേരിയബിളിൻ്റെ ലിമിറ്റ്, അതായത് എക്സിൻ്റെ ലിമിറ്റാണ്. A to B എന്നുള്ളത് ഞങ്ങൾ ജനറലായിട്ട് ഈ എക്സിൻ്റെ ലിമിറ്റിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? എക്സിൻ്റെ ലിമിറ്റ് 0 നിന്ന് 1 വരെയാണ്. അപ്പോൾ അത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റഗ്രേഷൻ 0 to 2, വൈയുടെ ലിമിറ്റ് ഇൻറ്റഗ്രേഷൻ 0 to 1, എക്സിൻ്റെ ലിമിറ്റ് f(xy). എന്താണ് f(xy)? f(xy) ഈ z-ൻ്റെ വാല്യൂ തന്നെയാണ് f(xy). ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് f(xy) എന്ന് തന്നിട്ടുണ്ടാവും. തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ z-ന് തന്നെ f(xy) ആയിട്ട് എടുക്കണം, ഫങ്ഷൻ ഓഫ് x and y. ഓക്കെ, z എന്നുള്ളതാണ് ഫങ്ഷൻ ഓഫ് x and y. ആ z-ന് തന്നെ f(x) ആയിട്ട് എടുക്കണം. അപ്പോൾ z-ൻ്റെ ഇക്വേഷൻ എന്താണ്? 10 + x² + 3y² dx dy ഓർഡർ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താക്കുക? ഇത്ര കാണുക. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ ആക്കുക. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. അത് ചെയ്ത ശേഷം കിട്ടുന്ന ആൻസറിനെ എന്താക്കുക? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇത്ര കാണുക. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ്
10+x² + 3y². ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ 10ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? 10x ആണ്. പ്ലസ് x² ഇൻറ്റഗ്രേഷൻ എന്താണ്? x³ 3 + 3y എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ്. അപ്പോൾ 3y² അങ്ങനെ തന്നെ ഉണ്ടാവും. ഇൻറ്റു 1 ആണ് അല്ലേ? ഇത് ഇൻറ്റു 1 ആണ്. അപ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? x ആണ്. സോ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് ഇതായി 10x + x³ 3 + 3y² x ആയി. ലിമിറ്റ് എന്താണ്? ലിമിറ്റ് 0 to 1. 0ൽ നിന്ന് 1 വരെയാണ് ലിമിറ്റ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താവും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് 1 ആണ്, ലോവർ ലിമിറ്റ് 0. അപ്പോൾ അപ്പർ ലിമിറ്റ് 1 എന്ന് വെച്ചാൽ നിങ്ങൾ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എക്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് ഇത് കിട്ടിയേ അല്ല. അപ്പോൾ എക്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, വൈ എന്നല്ല. വൈ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? അപ്പർ ലിമിറ്റ് 1, എക്സിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 10 × 1, അതായത് 10x + x³ 3 + 3y² x എന്നുണ്ട്. എക്സിൻ്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? 10 + 1/3 + 3y² എന്നാവും. ഇത് അപ്പർ ലിമിറ്റായി. അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ലോവർ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് 0. ബട്ട് ഇതിലേക്ക് എക്സിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? അത് കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ -0 എന്ന് എഴുതിയിട്ടില്ല. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിൻ്റേത് മാത്രം എഴുതിയത് അതുകൊണ്ടാണ്. കാരണം ലോവർ ലിമിറ്റ് 0 ആണ്. സോ അപ്പർ ലിമിറ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താക്കണം? ഇപ്പോൾ കിട്ടിയ ഈ ആൻസറിനെ വീണ്ടും ഇൻറ്റഗ്രേഷൻ ആക്കണം. വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടത്? വീണ്ടും വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ടാണ് ഇത്ര കിട്ടിയത്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ dx dy ഓർഡറിലുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ട് പിന്നെ വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ കിട്ടിയ ആൻസറിന് വിത്ത് റെസ്പെക്ട് ടു y ഇൻറ്റഗ്രേഷൻ ചെയ്താൽ എന്താവും? 10ൻ്റെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ് 10y + 1/3യുടെ ഇൻറ്റഗ്രേഷൻ എന്താണ്? 1/3യുടെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y എന്താണ്? 1/3 കോൺസ്റ്റൻറ്റ് ഇൻറ്റു y അല്ലേ? പിന്നെ 3y² ഇൻറ്റഗ്രേഷൻ എന്താണ്? 3y² ഇൻറ്റഗ്രേഷൻ എന്താണ്? 3 × y² ഇൻറ്റഗ്രേഷൻ y³ 3. ആ 3 ക്യാൻസൽ ആവും, y³ മാത്രം ബാക്കി ഉണ്ടാവും. അത് ക്യാൻസൽ ആക്കുക. പിന്നെ ലിമിറ്റ് എന്താണ്? 0 to 2. ആ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഇതിലും അപ്പർ ലിമിറ്റ് 2 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. താഴെയുള്ളത് 0, അത് ലോവർ ലിമിറ്റാണ്. മുകളിലുള്ളത് 2, അത് അപ്പർ ലിമിറ്റാണ്. ഓക്കെ. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അപ്പർ ലിമിറ്റ് എത്ര? 2. അതായത് വൈൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താവും? 10 × 2 + 2/3 + 3y³ 3, അതായത് y³, അതായത് 2³. ഇത് അപ്പർ ലിമിറ്റായി. മൈനസ് ലോവർ ലിമിറ്റ് എത്ര? ലോവർ ലിമിറ്റ് 0 ആണ് അല്ലേ? ലോവർ ലിമിറ്റ് 0 അല്ലേ? അപ്പോൾ ഇതിലേക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? 0 ആവും. അപ്പോൾ ലോവർ ലിമിറ്റ് എന്നുള്ളത് എന്തായി? 0 ആയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് എഴുതിയിട്ടില്ല. ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ you will get the answer as 86/3. You will get the answer as 86/3 is the answer. That is volume of the bounded region. ഈ റെക്റ്റാങ്കിളും ഈ എലപ്റ്റിക്കൽ പാരാബോളോയിഡും എന്താണ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന റീജിയനിൻ്റെ, അതായത് റീജിയൻ ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയനിൻ്റെ വോള്യൂമാണ് ഇത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരക്കണ്ട. അതിന് ഒക്കെ എക്സാമിൽ ടൈം വേസ്റ്റ് ആക്കണ്ട. കാരണം ഗ്രാഫ് ഇതിൽ ചോദിച്ചിട്ടില്ല, ക്വസ്റ്റനിൽ ചോദിച്ചിട്ടില്ല. ക്വസ്റ്റനിൽ ചോദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ എഴുതിയാൽ മതി. ബട്ട് നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാനാവുന്നുണ്ടെങ്കിൽ വരച്ചോ, ആവുന്നില്ലെങ്കിൽ അതിന് ടെൻഷൻ അടിക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാം, വോള്യൂമിൻ്റെ ഫോർമുല അറിയാം. അപ്പോൾ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട ടേമൊക്കെ ക്വസ്റ്റനിൽ തന്നെ ഉണ്ട്. അത്ര നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഗ്രാഫ് വരയ്ക്കാൻ ആവുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
ഓക്കെ. സോ അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടർമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടർമൊക്കെ അറിയാമല്ലോ. എഫ് ഓഫ് എക്സ് വൈ ക്വസ്റ്റനിൽ നിന്ന് തന്നിട്ടുണ്ട് സെഡ് തന്നെയാണ് എഫ് ഓഫ് എക്സ് വൈ. പിന്നെ എന്താണ് വേണ്ടത്? ഈ ലിമിറ്റ്സ് ഒക്കെ വേണം. അതായത് എക്സിൻ്റെ ലിമിറ്റ് എത്ര? എ ടു ബി. എക്സിൻ്റെ ലിമിറ്റ് എ ടു ബി തന്നിട്ടുണ്ട്, 0 to 1 എന്ന്. പിന്നെ സി ടു ഡി വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to 2. അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ജസ്റ്റ് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ആക്കുക, അത്ര ചെയ്താൽ മതി. അതെന്താ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാൻ ആവുന്നില്ലെങ്കിൽ ടെൻഷൻ അടിക്കണമെന്നില്ല. ജസ്റ്റ് ഫോർമുല പഠിക്കുക, ഫോർമുല എഴുതിയിട്ട് സിംപ്ലിഫൈ ആക്കുക. ഓക്കെ, അത്ര ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡയഗ്രാം ഞാൻ തന്നത് ഞങ്ങൾക്ക് മനസ്സിലാവാനാണ്. അത് എങ്ങനെയാണ് കാണുന്നത്, ആ ഡയഗ്രാം എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക 3 dimensional എങ്ങനെയാണ്. ഇത് സെഡ് ആക്സിസ് ആണ്. ഓക്കെ, അത് എഴുതിയിട്ടില്ല, വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാനാണ് ആ ഡയഗ്രാം തന്നെ. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം ആവുന്നില്ലെങ്കിൽ വരക്കണ്ട. ബട്ട് ക്വസ്റ്റനിൽ ഡ്രോ ദ ഡയഗ്രാം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരക്കണം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി വോള്യൂം. അപ്പോൾ ഇത് സെയിം നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്താണ്? ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ. ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാനാണ്, ആൻസർ കണ്ടുപിടിക്കാനാണ്. അതായത് ഇൻറ്റഗ്രേഷൻ 1 to 2, ഇൻറ്റഗ്രേഷൻ 0 to 2, 2xy dy dxൻ്റെ ആൻസർ കാണണം. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണേണ്ടത്? ഇതിൻ്റെ ആൻസർ എന്താണ് കാണേണ്ടത്? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ചെയ്യേണ്ടത്? നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ക്വസ്റ്റനിൽ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഇത് ഏത് ഓർഡറാണ്? dy dx ഓർഡറാണ് അല്ലേ? dy dx ഓർഡറാണ്. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ഇൻറ്റഗ്രേഷൻ ആക്കുക. അപ്പോൾ ഈ ലിമിറ്റ് എന്നുള്ളത് y-നാണ്. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേഷൻ ആക്കണം, പിന്നെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ആക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യേണ്ടത് കൊണ്ട്, അതായത് dy dx ആയതുകൊണ്ട് ഈ ഉള്ളിലുള്ള ലിമിറ്റ് എന്നുള്ളത് എന്തിനാണ്? വൈനെയാണ്. ഓക്കെ, ഈ പുറത്തുള്ളത് എക്സ് ആണ്. അതായത് പിന്നെയാണ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുള്ളത് എക്സ് ആയതുകൊണ്ട് ഈ പുറത്തുള്ള ലിമിറ്റ് എന്നുള്ളത് കൂടി എക്സിനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കണം? ഈ ക്വസ്റ്റനിൽ ഫസ്റ്റ് ഇത്ര കാണുക. അതായത് ഇതിന് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേഷൻ ആക്കിയിട്ട് വൈന് ഈ 0 to 4 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. പിന്നെ എന്താക്കുക? ഈ കിട്ടുന്ന ആൻസറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും എന്താക്കുക? ഇൻറ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഈ ലിമിറ്റ് എന്നുള്ളത് എക്സിനെയാണ്. ഓക്കെ, 1 to 2 എന്നുള്ളത് എക്സിന് ഉള്ള ലിമിറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 24 കിട്ടണം. ചെയ്തിട്ട് നോക്കുക. അതേപോലെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് dy dx ഓർഡർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ഇതിൽ dx dy ഓർഡറാണ്. dx dy ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? dx dy ഓർഡർ എന്ന് വെച്ചാൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ആക്കുക, പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അല്ലേ? dx dy ഓർഡർ എന്ന് വെച്ചാൽ ഫസ്റ്റ് വി ഹാവ് ടു ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത് കൊണ്ട് ഈ ഉള്ളിലുള്ള ലിമിറ്റ് എന്തിനാണ്? എക്സിനെയാണ് അല്ലേ? ഞങ്ങൾ ഇത് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ആക്കുക. ഈ ഫംഗ്ഷനിൻ്റെ എക്സ് പ്ലസ് വൈ പ്ലസ് 1ൻ്റെ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേഷൻ ആക്കുക. അതിൽ ഈ ലിമിറ്റ് എന്നുള്ളത് എക്സിനെയാണ്, ഉള്ളിലുള്ള ലിമിറ്റ്. പിന്നെയാണ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേഷൻ ആക്കേണ്ടത്. പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്കുന്നത് കൊണ്ട് ഈ ലിമിറ്റ് എന്നുള്ളത് എന്താണ്? -1 to 0 എന്നുള്ളത് ഈ വൈനെയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ആസ് 1. ഇപ്പോൾ മുകളിലത്തെ എക്സാമ്പിളിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്, ഓർഡർ മാത്രം കുറച്ച് ഡിഫറൻസ് ഉള്ളത്. dy dx എന്നുണ്ടാവുമ്പോൾ ഒരു മെത്തഡാണ്, dx dy എന്നുണ്ടാവുമ്പോൾ അത് ഉൾട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു മെത്തഡ് പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനാവും. അത് പ്രാക്ടീസ് ചെയ്താൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ. അതായത് ഏത് ക്വസ്റ്റ്യൻ ആണ്? ഈ എക്സാമ്പിൾ നിങ്ങൾ മുകളിലൊരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഈ എക്സാമ്പിളിൽ ചെയ്ത പോലെ തന്നെയാണ്. ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ കാണണം ഓവർ ദി റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൽ ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ കാണണം.
അപ്പോൾ ഈ ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ലിമിറ്റ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ എക്സാമ്പിളിൽ ചെയ്ത പോലെ തന്നെയാണ് ഈ പ്രോബ്ലം കൂടി ചെയ്യേണ്ടത്. ഇവാലുവേറ്റ് ദി ഡബിൾ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇതാണ് കാണേണ്ടത്, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ 6y² - 2x dA. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ dA എന്നുള്ള ഈ ഇക്വേഷന് നിങ്ങൾ ഫോർമുല എഴുതണം. എന്താണ്? ഫ്യൂബിനീസ് തിയറം യൂസ് ചെയ്തിട്ട്. ആ എക്സാമ്പിളിൽ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റും വൈൻ്റെ ലിമിറ്റും ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. സോ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് വോള്യൂം കാണാനാണ്. അപ്പോൾ വോള്യൂം കാണാനുള്ള എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ വോള്യൂം കാണാനുള്ള ഫോർമുല എന്നുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിളിൽ ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ഈ ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ ആവുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇതിൽ ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല ഡ്രോ ദി ഡയഗ്രാം എന്ന്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണമെന്ന് തന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടർമൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അത് നിങ്ങൾ സ്യൂട്ടബിളായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ എക്സാമ്പിളിൽ ചെയ്ത പോലെ തന്നെയാണ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആ എക്സാമ്പിളിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വോള്യൂം ബിനീത്ത് ദി സർഫേസ്. അപ്പോൾ ഫൈൻഡ് ദി വോള്യൂം ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി പാരാബോളോയിഡ്. ഇപ്പോൾ ഇത് അവിടെ എലിപ്റ്റിക്കൽ പാരാബോളോയിഡ് ഉണ്ടായിരുന്നു. ഇവിടെ പാരാബോളോയിഡ് z = x² + y² ആൻഡ് ബിലോ ദ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് വൈയുടെ ലിമിറ്റ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. പിന്നെ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ f(x, y) വേണം. അപ്പോൾ f(x, y) എന്ന് വെച്ചാൽ ഈ z-ന് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, f(x, y) എന്നുള്ളത് നിങ്ങൾ ഈ z-ൻ്റെ ഇക്വേഷൻ തന്നെ എടുത്താൽ മതി. x² + y² എന്നുള്ള ഇക്വേഷൻ തന്നെ എടുത്താൽ മതി. ലിമിറ്റൊക്കെ ക്വസ്റ്റനിൽ തന്നെ ഉണ്ട്. എക്സിൻ്റെ ലിമിറ്റ് -1 നിന്ന് 1 വരെ ഫസ്റ്റ് ക്വസ്റ്റൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റനാണ് പറയുന്നത്. വൈയുടെ ലിമിറ്റ് -1 നിന്ന് 1 വരെ. അതേപോലെ 2 ക്വസ്റ്റൻ കൂടി ഉണ്ട്. ഓക്കെ, സെയിം ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഡറിനെ ഫോളോ ചെയ്യുക. dx dy ഇല്ലെങ്കിൽ dy dx ഏതെങ്കിലും ഒരു ഓർഡറിനെ പെർഫെക്റ്റ് ആക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, സോ കംപ്ലീറ്റ് ദി എക്സസൈസസ് ഓൾസോ. Okay, thank you.